മലയാള സിനിമ മാറ്റത്തിന്റെ പാതയിലാണ്. അതിന് തുടക്കം കുറിച്ച സിനിമയായിരുന്നു ആദാമിന്റെ മകൻ അബു. അതിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ച സലീം അഹമ്മദിന് അനിൽ നൂർനാൾ ടീമിന്റെ സ്നേഹാദരങ്ങൾ. ഇന്ന് ഈ പുണ്യഭൂമിയിൽ എത്തിയിരിക്കുന്ന അദ്ദേഹത്തിന് പ്രവാസി കലാകാരന്മാരുടെ ഒരു കാണിക്കയാണ് ആദാമിന്റെ മകൻ അബുവിലെ മക്ക മദീനത്ത് എന്ന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം. ഇത് സംവിധാനം നിർവഹിച്ചത് അനിൽ നൂറനാട്. കൂടെ ബാബ രാമപുരം, സലീം കൊല്ലം, സലീം രാമപുരം, ബഷീർ രാമപുരം, ജോണി ടി ബേബി, അനിൽ നൂറനാട്, പ്രണവം ഉണ്ണികൃഷ്ണൻ, സഞ്ജീവ് ചുനക്കര, മുഹമ്മദ് ഹാഷിർ, മുഹമ്മദ് നിഷാദ്, മുഹമ്മദ് ലബീബ്, മുഹമ്മദ് ഷഹബാസ്, മുഹമ്മദ് മുബഷിർ. ഈ ദൃശ്യാവിഷ്കാരം നമുക്ക് ആസ്വദിക്കാം. ഞമ്മള് കൊടപ്പണി പഠിച്ചത് ഈ പുഴമേ അതിന്റെ പ്രായം ഉണ്ടാവില്ല. കൊടക്ക് അനക്കോ ഇതിന്റെ കള്ളം പറയാം ശരിയാക്കില്ല. അല്ല പോയി എന്റെ ഹജിനെ നോക്കിണ്ടായി കൊല്ലം പോകണമെന്നാ പൂതി. എല്ലാം പടച്ചോന്റെ അത്ര തന്നെ. എല്ലാം പടച്ചോൻ വിചാരിക്കണം. മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനായിടട്ടെ, വിധിയായിടട്ടെ, ഒത്തിടട്ടെ, വിധിയായിടട്ടെ. മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. ലബൈക അല്ലാഹുമ്മ ലബൈക, ലബൈക അല്ലാഹുമ്മ ലബൈക. കണ്ണായുള്ള റസൂലിൻ പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ, ഓ കണ്ണിനു കണ്ണായുള്ള റസൂലിൻ പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ, ഇബ്രാഹീമിൻ വിരലടയാളം കണ്ടു പതിഞ്ഞൊരു കാബ ചുമരിൽ, ജന്നത്തിനുടയോരരുളിയ ഹജറുൽ അസ്വദ് മുത്തി വണങ്ങാൻ ഒത്തിരട്ടെ, വിധിയായിടട്ടെ, ഒത്തിടട്ടെ, വിധിയായി
മരങ്ങളാ കാഫുപർവ്വതം തോളിലേറ്റി ആയുഷ്കാലത്തിൽ ഈ മണൽക്കാടുകൾ താണ്ടുകയാണടിയൻ. വെന്തുവരണ്ടൊരു ചുണ്ടിലൊരിത്തിരി സംസം കുളിർ നീരെനിക്കേകുമോ? ഒത്തിടട്ടെ വിധിയായിടട്ടെ, ഒത്തിടട്ടെ വിധിയായിടട്ടെ. മാല വല്ല മാല അന്തമറിഞ്ഞീരാത്ത വിദൂരത കണ്ണിലെറിഞ്ഞു വളർന്നൊരു പാതയിൽ നൊന്തുമുടന്തി നടന്നെത്തും ഞാൻ കണ്ടു വണങ്ങും ഇവിലയതൊരു ഞാൻ നൊന്തുമുടന്തി നടന്നെത്തും ഞാൻ കണ്ടു വണങ്ങും ഇവിലയതൊരു ഒത്തിരട്ടെ വിധിയായിടട്ടെ, ഒത്തിരട്ടെ വിധിയായിടട്ടെ. മക്ക മദീനത്തിൽ മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ? പുണ്യമാം ഗേഹം കൂട്ടി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനാ. ഹലോ, ആദ്യമായിട്ടാണ് ഞാൻ ആദാമിൻ്റെ മകൻ ഈ പാട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ച് കാണുന്നത്. ഇവിടെ ഇരുന്ന് ഞാൻ ഈ പാട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരുപാട് വിഷ്വൽസ്, ഞങ്ങൾ ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് എടുത്ത ഒരു എഫേർട്ടും, ഈ പാട്ട് രമേശ് നാരായണൻ മ്യൂസിക് ചെയ്ത് റഫീഖ് അഹമ്മദ് എഴുതിയതും, ഈ പാട്ട് ശങ്കർ മഹാദേവനെ കൊണ്ട് പാടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഈ സിനിമയുടെ സമയത്ത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഞാൻ അഭിമുഖീകരിച്ചൊരു പ്രശ്നം വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിൽ ഈ വീടിന്റെ മുന്നിൽ ഒരു പ്ലാവുണ്ട്. വീടിന്റെ മുന്നിൽ ഒരു 10,000-60,000 രൂപ ഫീൽ ചെയ്യുന്ന ഒരു പ്ലാവുള്ള വീടിന് വേണ്ടി ഞാൻ കേരളം മുഴുവൻ അലഞ്ഞിട്ടുണ്ട്. പല വീടുകളിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് പ്ലാവുണ്ടാവും, വീട് ഒത്തുവരും, ഇത് മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അങ്ങനെ പല വീടുകളിൽ ചെന്നത്. അപ്പം ആ ഒരു യാത്രയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീടിനടുത്ത് നിൽക്കുന്ന മരങ്ങളോട് നമുക്ക് വല്ലാതൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഓരോ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിലെ പ്ലാവ് അവളുടെ മോള് വലുത്, പിന്നെ മോള് വീടെടുക്കുന്നുണ്ട്, അപ്പം മുറിക്കുക, അപ്പം ആ വീടിന് വേണ്ടി മുറിക്കാൻ വെച്ചിരിക്കുക. വേറൊരു വീട്ടിൽ ചെന്നപ്പം മകന്റെ പഠിത്തമുണ്ട്, അവൻ കോളേജിൽ എത്തുന്ന സമയമാകുമ്പം അത് മുറിക്കുക. അങ്ങനെ ഓരോരോ. അവസാനം ഞങ്ങളൊരു വീട്ടിൽ പ്ലാവ് കണ്ടു. അപ്പൊ അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ചോദിച്ചത്, പ്ലാവിന് നല്ല പ്രായമായല്ലോ, മുറിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അവസാനം അത് സമ്മതിച്ചു. ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വീടിന്റെ പുറകിലാണ് പ്ലാവുള്ളത്. ഞങ്ങൾ ആ മുൻഭാഗമായിട്ട് അത് സെറ്റിട്ടിരിക്കുക. അപ്പം ഷൂട്ടിംഗ് തുടങ്ങി. ഈ വീട് പ്ലാവ് ഒരു പ്രധാന കഥാപാത്രമായത് കാരണം ഞങ്ങൾ ആ സിനിമയിൽ ഓരോ ഷോട്ട് വെക്കുമ്പോഴും ഈ പ്ലാവ് കമ്പോസ് ചെയ്തിട്ടാണ് വെക്കുക. അപ്പം ഈ പ്ലാവിനോട് നമുക്കും ഒരു അടുപ്പം തോന്നി. ഒരു 10 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ക്യാമറയുടെ അസോസിയേറ്റ് ക്യാമറാമാൻ എന്നോട് ചോദിച്ചു, സാറേ നമുക്ക് ഈ പ്ലാവ് മുറിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവസാനം ഞങ്ങള് ഈ പ്ലാവ് മുറിക്കുന്ന ദിവസം ആ വീട്ടിലെ വീട്ടമ്മ പറഞ്ഞ എപ്പോഴും അവർ ഈ അടുക്കള വാതിൽ തുറന്നാ കാണും ഈ പ്ലാവ.
ഈ പ്ലാവ് മുറിക്കുന്നത് കാണാൻ പറ്റാണ്ട് അവര് തൊട്ടടുത്ത വീട്ടിൽ പോയി കരയുകയായിരുന്നു. വളരെ മനോഹരമായിരുന്നു. ഇനിയും ഒരുപാട് ഉന്നതങ്ങളിൽ എത്താൻ സർവശക്തൻ ഒത്തിരട്ടെ, വിധിയായിടട്ടെ. താങ്ക് യു. ഹലോ, ഇത് ഒരു 2 ആഴ്ച മുമ്പ് മുസ്തഫ തോളൂർ എന്നെ വിളിച്ചു പറഞ്ഞു, അല്ലേട്ടാ ഇതുപോലെ ഇദ്ദേഹം വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമയിലെ മക്ക മദീനയിൽ എന്നുള്ള പാട്ട് നമുക്കൊന്ന് വിഷ്വൽ ചെയ്യണം, അല്ലേട്ടൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു അംഗീകാരം കിട്ടിയ ഒരു മൂടോടുകൂടിയാണ് ഞാനത് ഏറ്റെടുത്തത്. ഒന്നാമത്തെ കാര്യം, അത് വിഷ്വലൈസ് ചെയ്ത നമ്മുടെ മലയാള സിനിമയുടെ ഒരു പുതിയ ഒരു ചലനം സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു ആദാമിന്റെ മകൻ അബു. അതിന്റെ തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം ചെയ്ത ഇദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം വിഷ്വലൈസ് ചെയ്ത ഒരു പിക്ചർ, സിനിമയും നാടകവും സ്റ്റേജും രണ്ടും രണ്ടാണെങ്കിലും അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് അത് മോശമാക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഭാഗത്ത് അതിന് എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ സാർ സാദരം ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.